ഹലോ, നമുക്കിന്നൊരു ചൂര കൊണ്ട് ഒരു വറുത്തരച്ച് വെച്ച ഒരു ചൂരക്കറി ഉണ്ടാക്കാം. ചൂരമീൻ, ചൂര എന്ന് പറയുന്ന കേര എന്നും പറയും. അപ്പം അത് വെച്ച് ഒരു കറി ഉണ്ടാക്കാം. അതിലേക്ക് ഞാനിപ്പം ഒരു ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്ത് എണ്ണ തിളച്ച് വരുമ്പം കുറച്ച് കടുക് അതിലേക്ക് ഇടുക. എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിന് നൈസായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ഒന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ടിട്ട് അതിൽ ഒരു തക്കാളി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ നന്നായിട്ട് വറുത്തത് അതിനെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അതുപോലെ കുറച്ച് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടെ അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഇഞ്ചിയും തേങ്ങയും കൂടെ അരച്ചെടുക്കുക. തേങ്ങ വറുത്തതും ഇഞ്ചിയും കൂടെ. പിന്നെ ഇതിലേക്ക് വാളംപുളിയാണ് ഞാൻ എടുത്തേക്കുന്ന. വാളംപുളി പുഴിഞ്ഞും ഒരു നെല്ലിക്കയുടെ വലിപ്പമല്ല, ഒരു വാളംപുളി അത് പുഴിഞ്ഞ് അതിൻ്റെ ചാറും കൂടെ വേണം. അപ്പം ഞാൻ ആ സമയത്ത് ഇത് തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാൻ തേങ്ങ ഒന്ന് അരച്ച് കൊണ്ടുവരാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണിത്. അതിവിടെ ഇരിക്കട്ട്. ഈ തക്കാളിക്ക് നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച തേങ്ങ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 നല്ല എരിവുള്ള പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് ഒരു മുരിങ്ങാക്ക അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി അടുത്ത പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ. അപ്പം നമുക്കിതിലോട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം നല്ലപോലെ ആ വെള്ളമൊക്കെ വറ്റി മുരിങ്ങാക്കയും എല്ലാം കൂടെ നല്ലപോലെ വെള്ളം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അത് ആദ്യം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതൊരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. എരി ഇത്രയും വേണ്ടെങ്കിൽ 2 സ്പൂൺ ഇട്ടാലും മതി. ഇപ്പം ഇവിടെ ഒത്തിരി എരി വേണം, അതുകൊണ്ടാണ് 2.5 സ്പൂൺ ഇട്ട് കൊടുത്തത്.
എന്നിട്ട് ഇതാ മല്ലിപ്പൊടി എടുത്തത്, മല്ലിപ്പൊടി 1 സ്പൂൺ, ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊന്ന് മൂത്ത് വരുന്നത് വരെ, അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പുളി ഏകദേശം ഇപ്പം നല്ല പോലെ കൊവുന്ന് വന്നിട്ടുണ്ട്. ആ പുളി നമുക്ക് അതിൻ്റെ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കാം. അപ്പം ഈ പുളിയുടെ ചാറ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പൊക്കെ ഇപ്പം നല്ലപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നല്ലപോലെ ഇതിലോട്ട് മുരിങ്ങാക്കൈയിലോട്ട് നല്ലപോലെ വറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഇതാ കണ്ട നല്ലപോലെ ഇതിലോട്ട് നല്ലപോലെ വറ്റി, ഇതിലോട്ട് തക്കാളിയുടെ നീരും എല്ലാം കൂടെ ഇതിലോട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളിയുടെ ചാറ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം പുളി പൊഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. ഇതൊന്ന് തിളയ്ക്കണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഈ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ നമ്മളിനി ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ഇട്ട് 1 സ്പൂൺ ഉപ്പ് മതിയാവും. ബാക്കി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതും കൂടെ ആയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണം ഇതിലോട്ട് പറക്കിയിടാം. അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്നത് ഒരു 1.5 കിലോ വരും ചൂര. ഈ ചൂരയുടെ കഷ്ണങ്ങൾ നമുക്കിതിലോട്ട് പറക്കി വയ്ക്കാം. ആദ്യം തല തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് എന്നിട്ട് ഇതെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. കറിച്ചട്ടി എടുത്ത് നമുക്കൊന്ന് കറക്കി കൊടുക്കാം. തവിയിട്ട് ഇളക്കണ്ട. മീതെ കിടക്കുന്ന എല്ലാം അടിയിലോട്ട് പോകുന്നവരെ. ഇതൊന്ന് തിളച്ച് ഒരു 20 മിനിറ്റ് കാത്തു നിന്നാൽ മതി. ഇനി ഒരു 20 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. ആദ്യം ഒന്ന് തീ നല്ലപോലെ കൂട്ടി വെച്ച് വേവിക്കണം. ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിലിട്ടാൽ മതി. അപ്പോഴത്തേക്ക് എണ്ണ നല്ലതുപോലെ തെളിഞ്ഞ് വരികയും ചെയ്യും. അപ്പം ഒരു 20 മിനിറ്റ് വരെ ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. നമുക്ക് മീനൊന്ന് നോക്കാം. മീൻ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പും എരിയൊക്കെ ഉണ്ടാണ്. എരി ഉപ്പൊക്കെ ഉണ്ട്. ഇതിലൊന്നും വേണ്ടില്ല, എല്ലാം ഉണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. എരിയുണ്ട്. എരി കൂടിപ്പോയൊന്നുമില്ല, കണക്കിനുള്ള എരിയേ ഉള്ളൂ. ഇനി ഒന്ന് സിമ്മിലോട്ടിടാം. സിമ്മിൽ കിടന്നാൽ എണ്ണ തെളിഞ്ഞ് വരുള്ളൂ. ഇങ്ങനെ കിടന്ന് കുറച്ചൊന്ന് വറ്റട്ട്, അതുവരെ വെയിറ്റ് ചെയ്യാം.
അപ്പം മീനിത് വറ്റിയാന്നൊന്ന് നോക്കാം. ഇതാ നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. എരി ഉപ്പുമൊക്കെ എല്ലാം കണക്കിനുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഇത് കഴിക്കാനായിട്ട് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മീനും കുറച്ച് ചാറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല രുചിയുണ്ട്. തേങ്ങ വറുത്ത് അരച്ചുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും അപ്പം ഇതുണ്ടാക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയുള്ള വീഡിയോസും എല്ലാവരും കാണുക. അപ്പം ഇന്നത്തെ കഴിഞ്ഞു. എല്ലാവർക്കും ശുഭരാത്രി.